ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ്. കേക്ക് എന്ന് മാത്രമല്ല കേട്ടോ, ഇതൊരു 2-in-1 ആണ്. കേക്കിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കോട്ടിങ് കൂടെയൊക്കെ കൊടുത്തിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് നമ്മൾ ഈ കേക്ക് കഴിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ ഇവിടെ തരിതരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/3 കപ്പ്, അതായത് ഒരു 85 ml വരുന്ന ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം. ഈ പറയുന്ന മുട്ടയും ഈ പറയുന്ന ഇതിനകത്ത് ഇനി ചേർക്കാൻ പോകുന്ന പാല്, ബട്ടർ, ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിനകത്തുനിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കരുത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടറിൻ്റെ ഒരു സ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് മെൽറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇടാതെ നമുക്ക് കുറേശ്ശെ ഇട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ മടങ്ങി വീഴുന്ന രീതിയിൽ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് പൗഡറിന് പകരം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും. ബേക്കിംഗ് പൗഡർ കൂടുതലും ബേക്കിംഗ് സോഡ കുറച്ചുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ഓവർ മിക്സിങ് വേണ്ട. വളരെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇതുപോലത്തെ നീളത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കേക്ക് ടിന്നിൽ അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. അടുത്തത് നമുക്കിതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് തന്നെ തട്ടി കൊടുക്കണം. എങ്കിലാണ് ഇതിനകത്ത് ലെയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ. എന്നാൽ മാത്രമാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായി തട്ടി കൊടുക്കണമുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാത്രം, ഒരു കുഴിയുള്ള ഒരു പാത്രം, അടിക്കട്ടിയുള്ള പാത്രം ഇതുപോലെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാത്രം ഒന്ന് ആദ്യം നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവനൊക്കെ ചൂടാക്കാറില്ലേ, പ്രീഹീറ്റ് ചെയ്യാറില്ലേ, ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് തെളിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വെള്ളം തെളിക്കുമ്പോഴത്തേക്ക് അത് വറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ പാത്രം ചൂടാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ്, ഒരു വയർ റാക്കെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം ഒന്ന് കമിഴ്ത്തി വെച്ചെന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ കേക്ക് ടിന്നൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഞാനിവിടെ കറക്റ്റ് 25 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ, തുറന്നൊക്കെ നോക്കുമായിരുന്നു. ഇടയ്ക്കൊന്ന് കുത്തി ഒരു ടൂത്ത് പിക്കറൊക്കെ വെച്ച് കുത്തിയൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന മൂടികയ്ക്ക് ഇതുപോലത്തെ ഓട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മൂടി വെക്കാൻ, അതായത് ഒരു പേപ്പർ വെച്ചൊന്ന് തിരുകി വെക്കാൻ മറക്കരുത്. എങ്കിലാണ് നമുക്ക് ശരിക്കും ഒരു ഓവൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു സ്ക്യൂവർ വെച്ചൊന്ന് കുത്തി കാണിക്കാം. ഞാൻ കുറച്ച് നേരത്തെ മുന്നേ കുത്തി നോക്കിയായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പം അതിനർത്ഥം നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം ഇനി ഇത് ചൂടാറാനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആറി വന്നു. ഞാനൊരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വിടിവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കമിഴ്ത്തിയിടാം, തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് കീറിയെടുക്കണം.
കണ്ടോ, നമ്മുടെ നല്ല സുന്ദരൻ, നല്ല സ്പോഞ്ചി, നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. ഇത് നീളത്തിലെടുക്കാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ, അതെന്തിനാന്ന് ഞാൻ പറയാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളും കൂടെ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിനകത്തോട്ട് ഞാനൊരു 2 പിടി കശുവണ്ടി തന്നെ വേണമെന്നില്ല, പകരം നിങ്ങൾക്ക് കപ്പലണ്ടി ആണെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒരു 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കശുവണ്ടി. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാൻ വെള്ളം നിറച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എടുക്കുന്ന പാത്രം ഇതുപോലെ വേറൊരു പാത്രം നമുക്ക് ഇതുപോലെ മേലെ വെക്കാൻ പറ്റണം. അതായത് ഇതിന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുക. ഈ വെള്ളം വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളം ചൂടായി തിളച്ച് അതിൽ നിന്ന് വരുന്ന ഒരു ആവി ഉണ്ടല്ലോ, ചൂട്, ആ ആവി കൊണ്ട് നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇടാൻ പോകുന്ന ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഞാനിന്നിവിടെ 100 ഗ്രാമുള്ള ഇതുപോലത്തെ ഒരു ബാർ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ വായ്വട്ടത്തിന് പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രം മുകളിൽ വെച്ച് കൊടുക്കുക. അത് ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പാത്രം വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ആവിയിൽ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും. ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ഒക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ അതൊന്ന് മെൽറ്റായി കുറച്ചൊന്നും ഒരു എന്താ പറയുക, ചാറ് എന്നൊക്കെ പറയത്തില്ലേ, ഇച്ചിരി ഒരു ലിക്വിഡായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടറും കൂടി ഇതിനകത്ത് മെൽറ്റായി കുറച്ചും കൂടി ഒന്ന് സിൽക്കി ആയിട്ടും സ്മൂത്ത് ആയിട്ടും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായി മെൽറ്റായി ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. നമുക്കറിയാമല്ലോ കശുവണ്ടി. ഇപ്പം നമ്മൾ ഒരു ചോക്കോബാറിൻ്റെ ഒക്കെ ഐസ്ക്രീമിലൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ പുറമേയൊക്കെ ചെറുതായിട്ട് നട്ട്സിൻ്റെ ഒക്കെ ഒരു ചോക്ലേറ്റി നട്ടൊക്കെ വരുന്നത്, അതിൻ്റെ തന്നെയാണ്. അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി ശരി, ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നട്ടി ചോക്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ഒന്ന് മുറിച്ചെടുക്കണം. അത് സ്ക്വയർ ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് ഷേപ്പ് പ്രോപ്പറായിട്ടൊന്ന് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ 4 അരിവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ചെറിയ സ്ക്വയറുകളായിട്ടൊന്ന് നീളത്തിൽ ആദ്യം മുറിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഓരോ കുഞ്ഞ് കഷ്ണം കേക്ക് എടുക്കുക, നമ്മുടെ നട്ട് ഒന്ന് മുക്കിയെടുക്കുക. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ 4 വശത്ത് മാത്രമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കേക്കിൻ്റെ നടുവ് ഒന്ന് പ്ലെയിൻ ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പം നമ്മുടെ രണ്ട് വിരൽ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കുന്നത് പോലെ പിടിച്ചിട്ട് 4 വശം ഒന്ന് മുക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മൊത്തത്തിൽ മുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ച് ഈ ഒരു കേക്ക് കഷ്ണം അതിനകത്തിടുക. എന്നിട്ട് സ്പൂണൊക്കെ വെച്ചോ ഒരു സ്പോർക്ക് വെച്ചോ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നട്ടി കേക്ക് എന്ന് എങ്ങനെ വേണമെങ്കിലും വിളിക്കാട്ടോ. അങ്ങനെ നമ്മുടെ ഒരു സൂപ്പർ കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. സാധാരണ കേക്കല്ല, കേക്കിനേക്കാളും എക്സ്ട്രാ രുചി കൊടുക്കും അതിൻ്റെ സൈഡുകളിൽ നിന്നൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചോക്ലേറ്റ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെയാണ്. നിങ്ങൾക്ക് അതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.